ശരീരത്തിനെ ചൂടാക്കാനായിട്ട് നമ്മൾ പല ആളുകളും പല കാര്യങ്ങളും ചെയ്തു വരാറുണ്ടല്ലേ. കുറെ ആൾക്കാർ ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഐസ് വെള്ളം കുറെ കുടിച്ചു വരുന്നവരുണ്ട്. സിയുടെ ഇടയിൽ കുറെ നേരം പോയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ നമ്മൾ കൂളാക്കാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ സെയിം ടൈമിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു വേനൽക്കാലം ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് പല ആളുകളും കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു വരുന്ന 5 മിസ്റ്റേക്സ് ആണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. എന്നിട്ട് നിങ്ങൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഞാൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. സമ്മർ സീസൺ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലും ചെറിയൊരു ചൂടുണ്ടാകൂല്ലേ. അപ്പൊ ഈ ഒരു ചൂടിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് ഇവിടെ ഈ പറയാൻ പോകുന്ന തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തു വരികയാണെങ്കിൽ തലകറക്കം പോലെയുള്ള കാര്യങ്ങൾ, തലവേദന, മൂലക്കുരു, ചില ആളുകൾക്ക് ബ്ലീഡിംഗ് പൈൽസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിലെ പഴുപ്പ്, മുഖക്കുരു, ചർമ്മത്തിലും ദേഹത്തൊക്കെ ചൊറിഞ്ഞിങ്ങനെ തടിച്ചു വരിക, ഇത്തരത്തിലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഒരു വട്ടം നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു തെറ്റാണ് നല്ല ചൂടുള്ള സമയത്ത് കുറെ ഇങ്ങനെ തണുത്ത വെള്ളം കുറെ കുടിക്കുക. സർബത്ത് പോലെയുള്ള കാര്യങ്ങള്, ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറെ വെള്ളം കുടിക്കുന്നവരും ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നൊരു കാര്യം. ഒന്നാമതായിട്ട് നിങ്ങൾ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് ദഹനത്തിന് ആദ്യം ഒന്നാമതൊന്ന് മന്ദഗതിയിലാക്കും. രണ്ടാമത്തത് നമ്മുടെ തൊണ്ടയിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ആദ്യം കുറച്ച് നമുക്ക് ദേഹത്തിന് തണുപ്പൊക്കെ തോന്നിയെന്നൊക്കെ വരാം. കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു തണുപ്പ് മാറി നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ, അതായത് ചൂട് ആദ്യം ഉണ്ടായിരുന്നേക്കാളും കുറച്ചും കൂടി ചൂട് കൂടുതലാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് എന്താ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല പല സമയങ്ങളിലും. അപ്പൊ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് നോക്കുക. ഒരിക്കലും നിങ്ങൾ നല്ല ചൂടുന്ന് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തണുത്ത വെള്ളം പോലെയുള്ള കാര്യങ്ങൾ കുടിക്കാതെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. അല്ലെങ്കിൽ ഈ മല്ലിയിലൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിന് ചെറിയൊരു കൂളിംഗ് തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഒരിക്കലും ഈ ഐസ് വാട്ടർ കൂടുതലായിട്ട് കഴിക്കുന്നത് അത്രയും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തെ ഒരു തെറ്റാണ് വെള്ളം മാത്രം കുടിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എത്ര തന്നെ വെള്ളം കുടിച്ചാലും നമ്മുടെ ക്ഷീണം മാറില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വേർക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു വേനൽക്കാലത്തൊക്കെ നമ്മൾ നന്നായിട്ട് വേർക്കില്ലേ. വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം മാത്രമല്ല പോകുന്നത്, കൂടെ സോഡിയം, പൊട്ടാഷ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റും കൂടി പുറത്തു പോവാണ്. അപ്പൊ ഇത് പോകുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു തലകറക്കം പോലെ, ഒരു ക്ഷീണം പോലെ, എനർജി നന്നായിട്ട് ലോ ആയിരിക്കുന്നത് പോലെ തോന്നാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വേനൽക്കാല സമയത്ത് വെള്ളം മാത്രം നിങ്ങൾ കുടിച്ചിരിക്കാതെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഈ ഇളനീര് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുടിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ എന്നും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് സംഭാരം, അത്രയും തണുത്തിട്ടൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒക്കെ തൈരിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ആയിട്ട് ഒരു സംഭാരം കൂടി കഴിക്കുന്നത് ഈ ശരീരത്തിലത്തെ പോയിട്ടുള്ള ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി. എല്ലാവരും ഈ ഒരു സമയത്ത് സമ്മർ സീസൺ ആണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൽ കൂടുതലും എരിവ്, പുളി, വറുത്ത് പൊരിച്ചിട്ടുള്ള കാര്യങ്ങള്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലായിട്ടും കഴിക്കുക. ഒന്നാമത് നമ്മുടെ സമ്മർ സീസണില് വേനൽക്കാല സമയത്ത് നമ്മുടെ അഗ്നി കുറച്ചൊന്ന് മന്ദഗതിയിലായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ദഹിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു ദഹന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ചൂട് ശരീരത്തിലേക്ക് വരികയും അതിലൂടെ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, ഗ്യാസ് പോലെയുള്ള കാര്യങ്ങള്, മുഖത്ത് കുരു, ചർമ്മത്തിൽ ചൊറിഞ്ഞു തടിച്ചു വരിക, പലതരം സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് കണ്ടുവരാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും വേനൽക്കാല സമയത്ത് സ്കിൻ പ്രോബ്ലംസ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോ വേനൽക്കാല സമയത്ത് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങളും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടുതൽ കഴിക്കാനായിട്ട് നോക്കുക. ഭക്ഷണത്തിൽ കൂടുതലും തണ്ണിമത്തൻ, വെള്ളരിക്ക, ഇത്തരത്തില് വാട്ടർ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കും. അടുത്തൊരു മിസ്റ്റേക്ക് യൂസ് ചെയ്യുന്നവരോടാണ് കേട്ടോ. നിങ്ങൾ കുറെ സമയം സിയുടെ അടിയിൽ ഇടുന്നു, എന്നിട്ട് പെട്ടെന്ന് നിങ്ങളൊരു ചൂടുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ബോഡിയിലത്തെ ടെമ്പറേച്ചർ ആ ഒരു ഫ്രാക്ഷനിൽ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ആവുകയാണ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ ടെമ്പറേച്ചർ ചേഞ്ച് ആവുമ്പോൾ തലകറക്കം, തലവേദന പോലെയുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് ചെയ്യാതെ കുറച്ച് സമയം നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുക. സിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള എവിടെയെങ്കിലും നിൽക്കുക. കുറച്ച് സമയം നിന്നതിന് ശേഷം
ബോഡിയുടെ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. ശേഷം മാത്രം നിങ്ങൾ പുറത്തേക്ക് പോകാനും കൂടി നോക്കുക. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് എ സിയുടെ അടിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ എ സിയുടെ അടിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ചെടിയിൽ എന്തെങ്കിലും കോട്ടൺ പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്, വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇനി അവസാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക. നമ്മുടെ ശരീരം ഉണ്ടല്ലോ, നമുക്ക് പറ്റില്ലാത്തൊരു സമയത്ത് കുറെ ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരാറുണ്ട്. അതിലൊന്നാമത്തെ ഒരു കാര്യം, മൂത്രം നന്നായിട്ട് മഞ്ഞ കളറിൽ പോവുക. രണ്ടാമത്തെ ഒരു കാര്യം, തലകറക്കം പോലെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത്, നന്നായിട്ട് വിയർക്കുക. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലല്ല, കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ വിയർപ്പ് പോലെയുള്ള കാര്യങ്ങൾ. മൂത്രം നന്നായിട്ട് പോവുകയാണെങ്കിൽ, മഞ്ഞ കളറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറവാണ്. ഇപ്പൊ നിങ്ങൾക്ക് തല കറങ്ങുകയാണെങ്കിൽ അത് BP കുറഞ്ഞിട്ടും ആകാം, ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടിയിട്ടും ആകാം. മൂന്നാമതായിട്ട് വിയർപ്പ്, നന്നായിട്ട് വിയർപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും ശ്രദ്ധിക്കണം, ശരീരത്തിൽ നിന്ന് സോഡിയം നന്നായിട്ട് പുറത്തു പോകാനും ചാൻസസ് ഉണ്ട്. ഇതിലൂടെയും നമുക്കൊരു വീക്ക്നെസ് ഉണ്ടായി എന്ന് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇതിൽ ഇഗ്നോർ ചെയ്യരുത്. ശരീരത്തിലത്തെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിനെ മാനേജ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള 5 ലക്ഷണങ്ങൾ: തണുത്തോളം നന്നായിട്ട് കുടിക്കുക, വെള്ളം മാത്രം കുടിക്കുക, AC-യുടെ ഇടയിൽ കുറെ നേരം ഇരിക്കുക, തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി, ശരീരത്തിൽ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് കേട്ടോ, പക്ഷെ നമ്മൾ ഇപ്പോഴും അവഗണിച്ച് വിടാറാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയൊരു ഇൻഫോർമേഷൻ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.